ആ അമുദം, ഞാൻ നോക്കി നിൽക്കുക. വാ. നശിച്ച് വീട്ടിലിരുന്ന് മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നു. ആ കായലൊക്കെ കാണാൻ കൊള്ളാം. മിക്കവാറും ഞാനിതേ ചാടി ചാവും. ആ നിങ്ങൾ വാ. ശരി. ആരാ കൊച്ചേ? ആരാച്ചാര്. അമ്മായിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നീ ആരോടോ ഫോണിൽ സംസാരിച്ചെന്ന് അറിയണമല്ലോ. അതെന്റെ ഫ്രണ്ടാ. എന്റെ 2 ഫ്രണ്ട്സ് ഇപ്പൊ ഇങ്ങോട്ട് വരും. എന്തിനാ? അമ്മായിയെ കൊല്ലാൻ. എന്നോട് ഇങ്ങനെ ചോദിക്കരുത്. എന്നെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതാരായാലും. കൊച്ചെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അന്ന് പരതിന്റെ കല്യാണാലോചന മുടക്കിയപ്പോ ഞാൻ നിന്നെ ഉപദേശിച്ചതാ. ഓ, ഉപദേശം. ഈ ലോകത്ത് കാശ് ചെലവില്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, മറ്റുള്ളവരെ നന്നാക്കല്. കൊച്ചെ, നിന്റെ തല തിരിഞ്ഞിരിക്കുവാ. കേട്ടിട്ടില്ലേ? തള്ളച്ചൊല്ല് കേൾക്കാത്ത വവ്വാലെ തല കിഴക്കൻ അമ്പാടെന്ന്. ഓ ആയിക്കോട്ടെ. എന്തോന്നായിക്കോട്ടെ എന്ന്. ഒരു തവണ അനുഭവിച്ചിട്ട് നീ പഠിച്ചിട്ടില്ല അല്ലേ? ഇനിയുള്ളതും ഞാൻ അനുഭവിച്ചോളാം. അമ്മായി ബുദ്ധിമുട്ടണ്ട. എടി, നിന്നെക്കാളും കുറെ ഓണം കൂടുതൽ ഉണ്ടവളാണടി ഞാൻ. ആണോ? എങ്കിലേ അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്മായിക്ക് അത് മനസ്സിലാവില്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. അമ്മായി ഒന്നും മിണ്ടാതിരിക്കും. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരും. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ദൈവത്തെ ഓർത്ത് അവരുടെ മുമ്പില് കുത്തി വീർപ്പിച്ച മുഖമായിട്ട് നിൽക്കരുത്. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഇതൊക്കെ ആരാ കൊച്ചേ? ഇതാണോ നീ പറഞ്ഞ ഫ്രണ്ട്സ്? അതെ. നിനക്ക് എവിടെ നിന്ന് കിട്ടി പുതിയ ഫ്രണ്ട്സിനെ എല്ലാം? എന്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രണ്ട്സാ. നിങ്ങൾ വാ. ആ നിക്ക് പിള്ളേരെ. വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ആരാ എന്താന്നൊക്കെ ഞാനൊന്ന് അറിയട്ടെ. എന്നാ പിന്നെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഒരു മെറ്റൽ ഡിക്റ്റേറ്ററും കൂടി അങ്ങ് വയ്ക്ക്. വരുന്നവരുടെ കയ്യില് വല്ല ആയുധം ഉണ്ടോന്ന് കൂടി പരിശോധിച്ചറിയാലോ. പരിശോധിക്കേണ്ടതൊക്കെ ഞാൻ പരിശോധിക്കും, അറിയേണ്ടതൊക്കെ അറിയുകയും ചെയ്യും. എന്നതാ വെച്ച നിന്റെ പേര്? എന്റെ പേര് അമുദം. ഇതെന്തോന്ന് പേര്? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ. അതെ, അമ്മായിക്ക് ലോക വിവരം ഇല്ലാഞ്ഞിട്ടാ. സാമ്പ്രാണിക്കൊടിക്ക് അപ്പുറവും ഒരു ലോകമുണ്ട്. ചോദ്യം ചെയ്യല് കഴിഞ്ഞെങ്കിലേ അമ്മായി ചെന്ന് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചെല്ല് ചെല്ല്. വാ, അങ്ങോട്ട് മാറി നിൽക്കാം. എടാ മോനെ, പൊന്നുമണിയുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് 2-3 പിള്ളേര് വന്നിട്ടുണ്ട്. 2 പയ്യനും ഒരു പെൺകൊച്ചുവാ. എന്റെ അടുത്തുനിന്ന് മാറി നിന്ന് അടക്കി പിടിച്ചുള്ള സംസാരമാ. ശരി മോനെ, ഞാൻ നോക്കാം. പൊന്നുമണി, എന്താ അമ്മ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് അതും എടുത്തില്ല. ഞാൻ നാരങ്ങയുള്ള മതിയോന്ന് ചോദിക്കാൻ വന്നതാ. ഇനിയിപ്പോ വെള്ളം വേണ്ട, ഞങ്ങൾ ഇറങ്ങുക. ഇറങ്ങുവാണെന്നോ? എവിടേക്ക്? ഞാൻ ഇവർക്കൊപ്പം ഒന്ന് പുറത്തു പോവാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തത്യാവശ്യം? ഞങ്ങൾ അറിയാത്ത എന്ത് അത്യാവശ്യം നിനക്കുള്ളത്? നീ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. പിന്നെ അമ്മായിയാണോ അത് തീരുമാനിക്കുന്നത്? ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരും. ആരും തടയാൻ നിൽക്കണ്ട. മാഷേട്ടിനോട് പറയേം വേണ്ട. നിങ്ങൾ നടന്നോ, ഞാൻ ബാഗ് എടുത്ത് പുറകെ വരാം. ഇടി പൊന്നുമണി, നീ പോവല്ലെന്ന്.